ഈ ഒരു കേസ് വെള്ളം കയറിയിട്ട് ശേഷം ഇവിടെ തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വാട്ടർ സ്ക്രൂ ഉണ്ടല്ലോ, നമുക്ക് തുരുമ്പയോണ്ട് നമുക്ക് അത് എടുക്കാൻ കിട്ടില്ലാണ് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്കാണ് ഈ ഒരു വാട്ടർ സ്ക്രൂ എടുക്കുക. അപ്പോൾ ഇത് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്യാതെ ഇത് എടുക്കുക കേട്ടോ. ഹൗസിങ് സ്ക്രാച്ച് വരാതെ ചെയ്യാനൊരു മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ഇവിടെ നിന്ന് പൊക്കണത് ഇവിടെ നിന്നാട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് നീക്കിയിട്ട് ഈ ഭാഗത്ത് കൊടുക്കുക. ഈ ഭാഗത്ത് കൊടുക്കരുത്, ഈ ഭാഗത്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ജസ്റ്റ് വെച്ചെടുത്തതിന് ശേഷം ഫോൺ എന്ത് ചെയ്യുക, അതിന് ഊരിയെടുക്കുക. ഒരു സൈഡ് പൊന്തിയാൽ മതി കേട്ടോ. സൈഡ് പൊന്തിയതിന് ശേഷം എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊടുക്കരുത്, മേലേക്ക് വരിക. ഇവിടുന്ന് എങ്ങനെ വെച്ചാൽ ഇവിടുന്ന് സാധാരണ നമ്മൾ പൊക്കൽ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് തള്ളൽ വേണ്ട. ഈ ഭാഗത്തേക്ക് ഒന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ സ്ക്രൂ അതിനെന്താ പതുക്കെ വരും. ഓക്കെ, ഉണ്ട്. ഈ സ്ക്രൂ എങ്ങനെ വെച്ചാൽ ഡിസ്പ്ലേ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ നടക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ സ്ക്രൂ ഇങ്ങനെ വിട്ട് പോരും. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. നമുക്ക് വൈറ്റ് സ്ക്രീനിൽ വന്ന ഫോണായിരുന്നു, റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്ക്രീനല്ല, നമ്മളിത് ഈ സ്ക്രൂ പിരി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാതെ എങ്ങനെ എടുക്കാം. അപ്പോൾ ഡിസ്പ്ലേ ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ജമ്പറായിട്ട് പോലെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രൂ പോയ കേസുകളൊക്കെ ചെയ്യാറ്. നമുക്ക് റിസ്ക് ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ സർവീസ് ചാർജ് കൂടുന്നുള്ളൂ കേട്ടോ. സാധാരണ സർവീസ് ചാർജ് ആവില്ല. ഇങ്ങനെ സ്ക്രൂ പോയ കേസുകളിൽ സർവീസ് ചാർജ് കൂടും. ഇത് ഞാൻ ഇനിയിപ്പോൾ ഈ സ്ക്രൂ ഇവിടെ നിന്ന് ഊരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഊരും. ഈ നമ്മളെ ചാർജ് ഊരിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തിരിച്ച് അങ്ങനെ എടുക്കും. കുറച്ച് ടൈം എടുക്കും. ഇവിടെ മൊത്തം അയച്ചിട്ട് വേണം ചെയ്യാൻ, അതേപോലെ തിരിച്ച് കയറ്റും വേണം. അപ്പോൾ അങ്ങനത്തെ വർക്കായതുകൊണ്ട് സർവീസ് ചാർജ് കൂടും. ഇപ്പോൾ കസ്റ്റമർക്ക് അർജൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ചിലപ്പോൾ നമ്മളത്തെ അതുപോലെ വേറെ എന്തെങ്കിലും ടെക്നീഷ്യന്മാരുടെ കയ്യിലായിരിക്കും ഈ ഫോണിൽ നന്നാക്കാൻ പോവുക. അപ്പോൾ അവർക്ക് എന്താവും, വളരെയധികം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങളെ ഇതിനിവിടെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ അവിടെ ഇരിക്കും ചെയ്യും സാധനം. ഇനി വേറെ എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക് ഇല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ മറ്റുള്ള ടെക്നീഷ്യന്മാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, സർവീസ് ചെയ്യണം. അത് ചെയ്യണോ, പക്ക പാക്കിങ്ങായി പാക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇപ്പോൾ എന്താ ഡിസ്പ്ലേ, വൈറ്റ് ഡിസ്പ്ലേ അത് റെഡിയായി. വാട്ടർ സ്ക്രൂ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒന്നും ചെയ്യാതെ എടുത്തു. ഇനി ഈ ഫോൺ സെയിൽ ചെയ്യുന്ന സമയത്ത് ആർക്കും ആണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് എത്രയും അർജൻറ്റാണ്, പെട്ടെന്ന് ചെയ്ത് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യാത്തത്. ഇതേപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.